എല്ലാവർക്കും നമസ്കാരം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എല്ലാവരും ഇഷ്ടപ്പെടുന്നതുമായ റെസിപ്പിയായ ചിക്കൻ മഞ്ചൂരിയനാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അടുത്തായി നമുക്കിതിൻ്റെ ചേരുവകൾ നോക്കാം. അതിനുശേഷം നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇന്നത്തെ നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 300 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. 300 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോൺഫ്ലവർ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. മൈദ 2 ടേബിൾ സ്പൂൺ മൈദ. കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ. ബ്ലാക്ക് പെപ്പർ പൗഡർ 1/4 ടീസ്പൂൺ. സോയാ സോസ് 1/2 ടീസ്പൂൺ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ. അതുകൂടാതെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും ചേരുവകൾ ചേർത്ത് നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം വെച്ചതിന് ശേഷം ബാക്കി തയ്യാറാക്കിയെടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള ചേരുവകൾ ഓരോന്ന് ചിക്കനിൽ ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ മൈദ, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, ബ്ലാക്ക് പെപ്പർ പൗഡർ 1/4 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സോയാ സോസ്, ഉപ്പ് ആവശ്യത്തിന്. നമ്മൾ എടുത്തിരുന്ന മുട്ട കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചേരുവകളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ചിക്കനിൽ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ചേരുവകളെല്ലാം ചേർത്ത് ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ബാക്കി തയ്യാറാക്കിയെടുക്കാം. അടുത്തതായി നമ്മുടെ വോക്ക് അടുപ്പിൽ വെച്ച് കൊടുത്തിരുന്നു. അതിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം കോരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി തയ്യാറാക്കാൻ ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം, അതും സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ, അതൊരു 1/4 കപ്പ് സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ, അത് മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. അടുത്തതായി കോൺഫ്ലവർ, ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആവശ്യമുണ്ട്. സോയാ സോസ് 1 ടേബിൾ സ്പൂൺ. ഷുഗർ 1 ടീസ്പൂൺ. ബ്ലാക്ക് പെപ്പർ പൗഡർ 1 ടീസ്പൂൺ. കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ. ലെമൺ, ഒരു 1/2 ലെമൺ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പിഴിഞ്ഞ് ജ്യൂസ് എടുക്കണം. പിന്നീട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. സോൾട്ട്. ഇത്രയും ചേരുവകളാണ് നമുക്കിതിന് ആവശ്യമുള്ളത്. അടുത്തായി നമുക്ക് ബാക്കി തയ്യാറാക്കിയെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്നും കുറച്ച് ഓയിൽ നമ്മൾ വോക്കിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തായി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിലിട്ട് കൊടുക്കാം. അടുത്തായി നമുക്ക് സവാള കട്ട് ചെയ്ത് വെച്ചിരുന്നത് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സോൾട്ട് കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത വെജിറ്റബിൾസ് ഒരു 1/2 കുക്ക് ആകേണ്ട ആവശ്യമേ ഉള്ളൂ. അടുത്തതായി ടൊമാറ്റോ അരച്ച് വെച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ബ്ലാക്ക് പെപ്പർ പൗഡർ, ഷുഗർ, നമ്മൾ എടുത്തു വെച്ചിരുന്ന സോയാ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി നമുക്ക് ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്യാം. അടുത്തതായി നമ്മൾ എടുത്തു വെച്ചിരുന്ന 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 2.25 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഗ്രേവി ഇപ്പോൾ കുറച്ച് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിൽ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കാം. കുറച്ച് സോൾട്ട് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ചിക്കൻ മഞ്ചൂരിയൻ എല്ലാവരും ഈ രീതിയിൽ വീട്ടിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഫ്രൈഡ് റൈസും ചിക്കൻ മഞ്ചൂരിയനും നല്ലൊരു കോമ്പിനേഷൻ ആയതിനാൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടി ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും തുടർന്നുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുവാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.